കർത്താവിന്റെ മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കുന്നു. ഞാനുള്ള കാലത്തോളം എന്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. ദാവീദ് പറഞ്ഞു, തന്റെ അനുഭവമാണ് പറയുന്നത്. എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായ മനുഷ്യനല്ലായിരുന്നു. അകത്തുനിന്നും പുറത്തുനിന്നും ഒരുപോലെ വെല്ലുവിളികൾ നേരിട്ടപ്പോഴും ദൈവത്തിന്റെ മഹത്വം കരയറ്റുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തുമെന്ന് പറയുന്ന ഒരു ഭക്തനായിരുന്നു ദാവീദ്. പൗലോസ് നോക്കൂ, കഷ്ടതയും പട്ടിണിയും നഗ്നതയും ആപത്തും വാളും ഉയരവും ആഴവും ഒക്കെ വന്നാലും ഞാനും കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വേർപിരിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്ന് പൗലോസ് ശക്തമായി ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. കാരണം ഈ ഘടകങ്ങളൊന്നുമല്ല കർത്താവുമായിട്ടും എനിക്കുള്ള ബന്ധത്തിന്റെ കാൽവറിയിലൂടെ നമ്മുടെ പാപത്തെ മോചിച്ച് ശാപത്തെ തകർത്ത് മക്കളും അവകാശികളുമാക്കി തീർക്കാൻ അവസാന തുള്ളി രക്തവും ഊറ്റിത്തന്ന, സ്വന്തം തോളിൽ തല ചായ്ച്ച് സകലവും നിവൃത്തിയായെന്ന് പറഞ്ഞ് പ്രാണനെ വിടിഞ്ഞ കർത്താവിന്റെ സ്നേഹം ഓർത്താൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, രോഗങ്ങൾ, ഇല്ലായ്മകൾ, വഴിയടഞ്ഞത് കണ്ടൊക്കെ നിരാശപ്പെട്ട പ്രാർത്ഥനയും ആരാധനയും നമ്മൾ കുറച്ചിട്ടില്ലേ? പൗലോസിന്റെ ജീവിതത്തിൽ വന്ന കഷ്ടങ്ങൾ വളരെ ശക്തമായിരുന്നല്ലോ. എന്നിട്ടും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ തന്നെ വേർപിരിക്കുന്നത് ആര്? നീ ഉപദ്രവിക്കുന്ന കർത്താവാകുന്നു എന്ന് പറഞ്ഞ് ദമസ്കോസിൽ വെച്ച് ആ ദൈവിക ഇടപെടിയിൽ താൻ അനുഭവിച്ചതിന് ശേഷം കർത്താവ് ആരാന്ന് തന്റെ ഓരോ നിമിഷത്തിലും രുചിച്ചറിഞ്ഞു. തന്നെ പ്രാപ്തനാക്കിയ തന്റെ ഉടയവനും താൻ സേവിച്ചു വരുന്നവനുമാണ്. ഞാൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത്? എന്നെ ശക്തനാക്കുന്ന ഒരുവനുണ്ട്. അവിടുത്തെ കൃപ എന്റെ ബലഹീനതയെ തികഞ്ഞു വരുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാൻ അതുകൊണ്ട് ഇടയാവില്ല എന്നൊക്കെ പ്രഖ്യാപനം ചെയ്ത്, അതുകൊണ്ടാണ് ഈ ലോകത്തിലെ എന്തെങ്കിലും കാര്യങ്ങളല്ല ഞാനും എന്റെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനമെന്ന് വ്യക്തമാക്കുകയാണ് പൗലോസ് ചെയ്തത്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും ഇന്ന് ഒരു തീരുമാനമെടുക്കണം. ലോകത്തിൽ എന്തെങ്കിലും നഷ്ടങ്ങളോ കഷ്ടങ്ങളോ വേദനകളോ സങ്കടങ്ങളോ വരുമ്പോ കർത്താവുമായിട്ടുള്ള ബന്ധത്തിന് ഒരിക്കലും ഒരു വിഘാതം ഉണ്ടാകത്തില്ലെന്ന് ശക്തമായി വിശ്വാസം പ്രഖ്യാപിക്കണം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 8-ാമത് വാക്യം വളരെ സുപരിതമാണ്. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. അതാർക്കും അടച്ചുകൂടാ. നിനക്കല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്തു എന്റെ നാമം നിഷേധിച്ചു. ഫിലദൽഫിയ സഭയുടെ ദൂതൻ എഴുതുകയാണ്. പരിശുദ്ധാത്മാവ് ഓരോ സഭയെ അഭിസംബോധന ചെയ്യുമ്പോൾ ഈ സഭയോട് പറയുന്ന ദൂതാണ്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. സഹോദരങ്ങളെ, ഇന്ന് പ്രഭാതത്തിലും ദൈവാത്മാവിന് പറയാനുള്ളത്, നിങ്ങളുടെ പ്രവൃത്തി അറിയുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥിച്ചതും ആരാധിച്ചതും ദൈവനാമത്തിനു വേണ്ടി അപമാനമേറ്റിട്ടും നിന്നയേറ്റിട്ടും പതറാതെ നിന്നതും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതും ആവോളം ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ചുമൽ കൊടുത്തതും പരസ്യമായി എന്റെ കർത്താവിനെ സാക്ഷിച്ചതും പ്രതികൂലങ്ങളും എന്റെ യേശു മതി എന്ന് പറഞ്ഞതും അനേക ഞെരുക്കങ്ങളുടെ നടുവിലും പിറുപിറുക്കാത്തതും അറിയുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. നമ്മുടെ സകല പ്രവർത്തികളും അറിയുന്ന ദൈവം, ചെയ്യുന്നത് മറ്റാരും അറിഞ്ഞില്ലെങ്കിലും
ആർക്കും മനസ്സിലായില്ലെങ്കിലും രഹസ്യത്തിൽ കാണുന്ന പിതാവ് നമ്മുടെ പ്രവൃത്തി അറിയും. നമ്മൾ നല്ലത് വിതച്ചാൽ നല്ലത് കൊയ്യും. കണ്ണുനീരോടെ വിതച്ചാൽ ആർപ്പോടെ കൊയ്യും. എന്തു വിതയ്ക്കുന്നോ അത് കൊയ്യും സഹോദരങ്ങളെ. അങ്ങനെയെങ്കിൽ നമ്മുടെ നല്ല പ്രവൃത്തി അറിയുന്ന ദൈവം കുടുംബക്കാർക്കോ കൂട്ടുകാർക്കോ നാട്ടുകാർക്കോ വീട്ടുകാർക്കോ അതറിയാൻ പറ്റാതിരിക്കുമ്പോൾ അറിയുന്ന ഒരുവന്റെ സാന്നിധ്യം ഇന്ന് തിരിച്ചറിയാൻ ഇടയാവണം. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. കർത്താവ് പറയുക, തുറക്കുമെന്നല്ല, തുറന്നു വെച്ചിരിക്കുന്നു. തുറന്നു വെച്ചാൽ അതിനൊരു ഓപ്പോസിറ്റ് സൈഡ് ഇല്ല കേട്ടോ. തുറക്കുമെന്ന് പറഞ്ഞാൽ പിശാച് പറയാൻ തുറപ്പിക്കത്തില്ല, അല്ലേ? നമ്മൾ എന്തെങ്കിലും തുറക്കുമെന്ന് പറഞ്ഞാൽ തടയാൻ നടപ്പിലാക്കത്തില്ല. പക്ഷെ തുറന്നു വെച്ചിരിക്കുന്നു, ഓൾറെഡി തുറന്നിരിക്കുക. സഹോദരൻ, ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി എവിടൊക്കെ വാതിലടഞ്ഞോ, ഇനി കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞോ, ഇനി അത് തുറക്കത്തില്ല എന്റെ മുമ്പിൽ, അത് അടഞ്ഞ അധ്യായമാ, ഇല്ല, തുറന്നു വെച്ചിരിക്കുക. വിശ്വസിക്കുക. നിന്റെ പ്രവൃത്തി അറിയുന്ന ദൈവം, നിന്റെ കണ്ണുനീര് കാണുന്ന ദൈവം, നിന്റെ നിലവിളി കേൾക്കുന്ന ദൈവം, നിന്റെ സങ്കടം അറിയുന്ന ദൈവം വിളിച്ചു പറയുന്നു, നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുക. വിശ്വസിക്കേ, അതിനൊരു എതിരില്ല കേട്ടോ. പറഞ്ഞത് കർത്താവാ. ചെയ്യാമെന്ന് പറഞ്ഞെങ്കിൽ ചെയ്തിരിക്കും. തുറന്നു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ തുറന്നു വെച്ചിട്ടുണ്ടാ. ഇനി കടന്നാ മതി, അതിലൂടെ പ്രവേശിച്ചാ മതി. സ്തോത്രം ചെയ്യാമോ? നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്ന് വച്ചിരിക്കുന്നു. അടുത്ത് നോക്കൂ. അതാർക്കും, അധികാരങ്ങൾക്കോ നിയമങ്ങൾക്കോ പൈശാചിക മേഖലകൾക്കോ ഒരന്ധകാര മണ്ഡലങ്ങൾക്കോ അസൂയക്കോ വിടക്ക് കണ്ണുകൾക്കോ ഒന്നും അടയ്ക്കാൻ പറ്റില്ല. വിശ്വസിക്കുക. കാരണം തുറന്നത് അധികാരമുള്ളവനാ, സകലത്തെയും കാൽക്കീഴാക്കിയവനാ, സകലത്തിന്റെ കാരണഭൂതനും ലാക്കുമായവനാ. ഒറ്റ വാക്കുകൊണ്ട് വിളിച്ചു വരുത്തിയ സൃഷ്ടിതാവാണ്. തുറന്നു വെച്ചിരിക്കുന്നത് ആർക്കും അതടയ്ക്കാൻ പറ്റത്തില്ല. വിളിച്ചു പറ, എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി കർത്താവ് തുറന്നു വെച്ചതിനെ അടയ്ക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ല. ഞാനത് വിശ്വസിക്കുന്നു. ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്കല്പമേ ശക്തിയുള്ളൂ. മനുഷ്യനെ ആളുകൾ നോക്കുമ്പോ നിനക്കല്പമേ ശക്തിയുള്ളൂ. നിന്നെ നോക്കുമ്പോൾ വലിയ കഴിവൊന്നുമില്ല, മറ്റാർക്കും വിലയിരുത്തുന്ന നീ ഒന്നും അല്ല. പക്ഷേ കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ അറിയും. നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും കർത്താവിന്റെ നാമം തള്ളിപ്പറയാത്തത്, നിഷേധിക്കാത്തത്, തുടക്കത്തിൽ പറഞ്ഞതുപോലെ പ്രതികൂലങ്ങളിലും പതറാത്തത്, ഈ ദൈവം എന്ന് വന്നേക്കും എന്റെ ദൈവമെന്ന് പറഞ്ഞത്, മുൻപോട്ട് തന്നെ ഗമിക്കുമെന്ന് പറഞ്ഞത്, എന്റെ ദൈവത്താൽ മടിച്ചാടി കടക്കുമെന്നും പടക്കുടനേരെ പാഞ്ഞെല്ലുമെന്നും പ്രഖ്യാപിച്ചത്, വിശ്വാസത്താൽ മൂവ് ചെയ്യുമെന്ന്, വിശ്വാസത്തിന്റെ നായകനെ പൂർത്തി വരുത്തുന്നവനെ നോക്കിക്കൊണ്ടാണ് ഞാൻ ഇറങ്ങിയതെന്ന് സമൂഹം കേൾക്കെ പറഞ്ഞത് ഒക്കെ കണ്ടിട്ട് പറയുന്നു, നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും നീ എന്റെ വചനം കാത്തു. ദൈവത്തിന്റെ വചനം മുറുകെ പിടിച്ച് പത്യോപദേശത്തിനും വിശുദ്ധിക്കും വേർപാടിനും ലോകവുമായി കോംപ്രമൈസ് ചെയ്യാതെ, മിങ്കിൾ ചെയ്യാതെ, വിശ്വസ്തയോടെ നിൽക്കുന്ന, പ്രാർത്ഥനയോടെ മൂവ് ചെയ്യുന്ന, വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരെ അറിയുന്ന ദൈവം അവർക്ക് മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. സ്തോത്രം ചെയ്താട്ടെ. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. വചനം കാത്തവരുടെ മേൽ, വചനത്തിനു വേണ്ടി നിൽക്കുന്നവരുടെ മേൽ
ദൈവത്തെ മുറുകെ പിടിക്കുന്നവർക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. നീ പരാജയപ്പെടത്തില്ല, നീ തളരത്തില്ല, നീ ക്ഷീണിക്കത്തില്ല. കർത്താവ് ഒരു വാതിൽ തുറന്നു വെച്ചു. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടാ. നിങ്ങളുടെ മുമ്പിൽ അവിടുന്ന് ഒരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. അറിയുന്നവനാ വിളിച്ചു പറയുന്നു. ആർക്കും അതടയ്ക്കാൻ പറ്റത്തില്ല. വിളിച്ചു പറ, എന്റെ മുമ്പിൽ കർത്താവ് തുറന്നു വെച്ചിട്ടുണ്ട്. എന്റെ കുടുംബത്തിന്റെ മുമ്പിൽ, എന്റെ തലമുറയുടെ മുമ്പിൽ കർത്താവ് തുറന്നു വെച്ചിരിക്കുകയാണ്. ആർക്കും അതടയ്ക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ വചനം കാക്കുന്നവരാ, വചനത്തിന് വേണ്ടി നിൽക്കുന്നവരാ, വിശ്വസ്തിക്ക് വേണ്ടി നിൽക്കുന്നവരാ, പ്രമാണം മുറുകെ പിടിക്കുന്നവരാ, ലോകത്തിന് ഇമ്പങ്ങൾക്ക് പോകാത്തവരാ, കോംപ്രമൈസ് ചെയ്യാത്തവരാ. യേസ്, അവർക്ക് വേണ്ടി ദൈവം ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കും. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠ ആലോചനയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കാൻ സ്തോത്രം. ആർക്കും അത് അടയ്ക്കാൻ പറ്റാത്തതിന് സ്തോത്രം. ഞങ്ങളുടെ മഹത്വമുള്ള പൂജം ഇറങ്ങിയിരിക്കാൻ സ്തോത്രം. സാധ്യങ്ങൾ സാധ്യമായിരിക്കാൻ സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമം തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ, കർത്താവ് ഒരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. വിശ്വസിക്കുക. വിശ്വസിക്കുന്നവർ ഇന്ന് പകലിലും അത്ഭുതങ്ങൾ കണ്ടിരിക്കും. ഈ വചനങ്ങൾ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രസ്ബിജു മാറ്റി.